നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം T20 ലോക കിരീടം ഇന്ത്യക്ക്. അവസാന നിമിഷം വരെ ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച മത്സരത്തിനൊടുവിൽ ഇന്ത്യ 7 റൺസിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി രണ്ടാം T20 ലോക കിരീടം സ്വന്തമാക്കുകയായിരുന്നു. തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ നേടിയ 176-7 എന്ന സ്കോർ പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക വിജയിക്കും എന്ന സ്ഥിതിയിൽ നിന്നാണ് മത്സരം കളഞ്ഞുകുളിച്ച് 169-8 എന്ന നിലയിൽ കീഴടങ്ങിയത്. ഈ ലോകകപ്പിലുടനീളം ബാറ്റിംഗിൽ പരാജയമായിരുന്ന കോഹ്ലി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നിലർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും കാത്ത് ഫൈനലിൽ ഇന്ത്യൻ ബാറ്റിംഗിൻ്റെ നെടുന്തൂണായി നിന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് ബഹുമതി സ്വന്തമാക്കി. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങുമ്പോൾ T20 ക്രിക്കറ്റിൽ നിന്നും കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപനവും നടത്തി ആരാധകരെ ഞെട്ടിച്ചു. വേൾഡ് കപ്പിൽ 4.17 എക്കോണമിയിൽ 15 വിക്കറ്റ് നേടി ഇന്ത്യൻ വിജയങ്ങൾക്കെല്ലാം നിർണായക പങ്ക് വഹിച്ച പേസർ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. ഫൈനലിൽ ടോസ് വിജയിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ ഓവറിൽ യാൻസനെതിരെ 3 ബൗണ്ടറികൾ അടിച്ച കോഹ്ലി മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. എന്നാൽ രണ്ടാം ഓവറിൽ അമിതാവേശം വിനയായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിക്കറ്റ് നഷ്ടമാക്കി. കേശവ് മഹാരാജിനെതിരെ തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടിയ ശേഷം വീണ്ടും ബൗണ്ടറിക്ക് ശ്രമിച്ച ഷോട്ട് ക്ലാസൻ്റെ കയ്യിൽ അവസാനിച്ചു. 5 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 9 റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത്. ഒരു ബോളിന് ശേഷം പന്ത് 0-ആയി പുറത്തായതോടെ ഇന്ത്യ അപകടം മണത്തു. പിന്നീട് 5-ാം ഓവറിൽ ഇന്ത്യയുടെ വിശ്വസ്ത താരം സൂര്യകുമാർ 3 റൺസ് മാത്രമെടുത്ത് റബാദയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. സ്ഥാനക്കയറ്റം കിട്ടി വന്ന അക്ഷർ പട്ടേൽ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് കോഹ്ലി അക്ഷർ സഖ്യം സൗത്ത് ആഫ്രിക്കൻ ആക്രമണത്തെ ചെറുത്തുനിന്നു ഇന്ത്യൻ സ്കോർ മുമ്പോട്ട് നയിച്ചു. 14-ാം ഓവറിൽ അക്ഷർ സിക്സർ പറത്തി ഇന്ത്യയെ 100 കടത്തിയെങ്കിലും നിർഭാഗ്യം കൊണ്ട് റണ്ണൌട്ടായി പുറത്തായി. 31 പന്തിൽ 1 4-ഉം 4 6-ഉം ഉൾപ്പെടെ 47 റൺസ് എടുത്ത അക്ഷർ പട്ടേൽ തന്നെ ഏൽപ്പിച്ച റോൾ ഭംഗിയായി പൂർത്തീകരിച്ചു. ശിവൻ ദുബെ കോഹ്ലി സഖ്യം തുടക്കത്തിൽ കൂട്ടിനടികൾക്ക് ശ്രമിക്കാതെ സിംഗിളുകൾ മാത്രമെടുത്ത് മുമ്പോട്ട് നീങ്ങി. 17-ാം ഓവറിൽ കോഹ്ലി 48 പന്തിൽ നിന്നും ഈ ലോകകപ്പിലെ തൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. തുടർന്ന് തകർത്തടിച്ച കോഹ്ലി സിക്സറുകൾ അനായാസം പറത്തി സ്കോർ 150 കടത്തി. എന്നാൽ ജാൻസനെതിരെ കൂട്ടിനടിക്ക് ശ്രമിച്ച് കോഹ്ലി പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. 59 പന്തിൽ 6 4-ഉം 2 6-ഉം ഉൾപ്പെടെ 76 റൺസ് നേടിയ കോഹ്ലിയുടെ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നട്ടെല്ല്. അവസാന ഓവറിൽ 9 റൺസ് മാത്രം പിറന്നതോടെ ഇന്ത്യ 176-7 എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. T20 വേൾഡ് കപ്പ് ഫൈനലിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ ഇതുതന്നെയായിരുന്നു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദേശം ഇതേ സ്കോർ പ്രതിരോധിച്ചതുപോലെ അനായാസ വിജയം തേടിയിറങ്ങിയ ഇന്ത്യക്ക് ആഗ്രഹിച്ച തുടക്കം തന്നെയാണ് ലഭിച്ചത്. രണ്ടാം ഓവറിൽ ഓപ്പണർ ഹെൻറിക്സിനെ ബുംറ ക്ലീൻ ബൗൾഡ് ചെയ്ത് ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കി. അടുത്ത ഓവറിൽ അർഷ്ദീപ് ക്യാപ്റ്റൻ മാർക്കത്തെ കൂടി പുറത്താക്കിയതോടെ ഒരു സൗത്ത് ആഫ്രിക്കൻ കൂട്ടത്തകർച്ച ഇന്ത്യൻ ക്യാമ്പ് സ്വപ്നം കണ്ടു. എന്നാൽ തുടർന്നെത്തിയ സ്റ്റബ്സ് ഡി കോക്കുമായി ചേർന്ന് കൂട്ടിനടികൾ പുറത്തെടുത്തോടെ സൗത്ത് ആഫ്രിക്കൻ സ്കോറിംഗ് അതിവേഗത്തിലായി. പക്ഷേ 9-ാം ഓവറിൽ സ്റ്റബ്സിനെ അക്സർ ക്ലീൻ ബൗൾഡ് ചെയ്തു. 21 പന്തിൽ 3 4-ഉം 1 6-ഉം ഉൾപ്പെടെ 31 റൺസായിരുന്നു സ്റ്റബ്സ് നേടിയത്. തുടർന്നെത്തിയ ക്ലാസൻ വന്നപാടെ കൂട്ടിനടികൾ പുറത്തെടുത്ത് പ്രത്യാക്രമണം നടത്തി. 13-ാം ഓവറിൽ ഡി കോക്കിനെ കുൽദീപ് യാദവിൻ്റെ കയ്യിലെത്തിച്ച് അർഷ്ദീപ് ഇന്ത്യൻ ക്യാമ്പിൽ പുഞ്ചിരി പടർത്തി. 31 പന്തിൽ 4 4-ഉം 1 6-ഉം ഉൾപ്പെടെ 39 റൺസായിരുന്നു ഡി കോക്കിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത്. മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെ എഡ്ജ് ഉണ്ടായിരുന്നുവെങ്കിലും 15-ാം ഓവറിൽ എല്ലാ പ്രതീക്ഷകളും കീഴ്മേൽ മറിഞ്ഞു. അക്ഷർ പട്ടേലിനെതിരെ 2 6-ഉം 2 4-ഉം ഉൾപ്പെടെ 24 റൺസായിരുന്നു ക്ലാസൻ അടിച്ചുകൂട്ടിയത്. അതോടെ വിജയലക്ഷ്യം 30 പന്തിൽ 30-ആയി മാറി. ഇതിനിടയിൽ വെറും 23 പന്തിൽ നിന്നും 50 നേടി ക്ലാസൻ സൗത്ത് ആഫ്രിക്കൻ പ്രതീക്ഷകൾക്ക് നിറമേകി. 16-ാം ഓവർ എറിഞ്ഞ ബുംറ വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്തത് ഇന്ത്യൻ വിജയ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുകയായിരുന്നു. എന്നാൽ 17-ാം ഓവർ ആദ്യ പന്തിൽ ക്ലാസനെ പന്തിൻ്റെ കയ്യിലെത്തിച്ചു പാണ്ഡ്യ മത്സരത്തിലെ നിർണായക ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് നൽകി. 27 പന്തിൽ 2 4-ഉം 5 6-ഉം ഉൾപ്പെടെ 52 റൺസ് നേടിയ ക്ലാസൻ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. 18-ാം ഓവറിൽ ബുംറ വെറും 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ജാൻസനെ പുറത്താക്കിയതോടെ അവസാന 2 ഓവറിൽ 20 റൺസായി സൗത്ത് ആഫ്രിക്കൻ വിജയലക്ഷ്യം. എങ്കിലും മറുഭാഗത്ത് പുറത്താകാതെ നിൽക്കുന്ന ഡേവിഡ് മില്ലറായിരുന്നു ഇന്ത്യയെ ഭയപ്പെടുത്തിയത്. 19-ാം ഓവറിൽ മില്ലറെ വമ്പൻ ഷോട്ട് എടുക്കാൻ അനുവദിക്കാതെ അർഷ്ദീപ് ടൈറ്റ് ലൈനിൽ പന്തെറിഞ്ഞപ്പോൾ വെറും 4 റൺസ് മാത്രമായിരുന്നു പിറന്നത്. പാണ്ഡ്യ എറിയുന്ന അവസാന ഓവറിൽ സൗത്ത് ആഫ്രിക്കയുടെ വിജയലക്ഷ്യം 16 റൺസായിരുന്നു. ആദ്യ പന്തിൽ മില്ലറെ ബൗണ്ടറി ലൈനിൽ അവിശ്വസനീയ ക്യാച്ചോടെ സൂര്യകുമാർ പുറത്താക്കിയതോടെ ഇന്ത്യ വിജയമുറപ്പിച്ചു. മത്സരത്തിലെ ക്രൂഷ്യൽ ടൈമിൽ സമ്മർദ്ദത്തിനടിമപ്പെടാതെ സൂര്യ എടുത്ത ക്യാച്ച് ഇന്ത്യക്ക് കിരീടം നൽകി തന്നു എന്ന് തന്നെ പറയാം. രണ്ടാം പന്തിൽ റബാദയുടെ ബാറ്റിൽ നിന്നും എഡ്ജ് എടുത്ത് പന്ത് ബൗണ്ടറി കടക്കുന്നു. ജയിക്കാൻ 4 പന്തിൽ 12 റൺസ്. മൂന്നാം പന്തിൽ ബൈ റൺ. വിജയലക്ഷ്യം 3 പന്തിൽ 11 റൺസ്.
4-ാം പന്തിൽ ലെഗ് ബൈയിലൂടെ 1 റൺ വീണ്ടും നേടുന്നു. ലക്ഷ്യം 2 പന്തിൽ 10 റൺസ്. 5-ാം പന്ത് വൈഡ് ആകുന്നു. എന്നാൽ അടുത്ത പന്തിൽ റബാദയെ സൂര്യകുമാർ പിടിച്ചു പുറത്താക്കി ഇന്ത്യൻ വിജയം ഉറപ്പാക്കുന്നു. അവസാന പന്തിൽ നോർക്കെ 1 റൺ മാത്രം നേടുന്നു. ഇന്ത്യ 7 റൺസിൻ്റെ വിജയം സ്വന്തമാക്കി 11 വർഷത്തിനു ശേഷം ICC കിരീടം സ്വന്തമാക്കുന്നു. ടൂർണമെൻറ്റിൽ ഒരു പരാജയം പോലും നേരിടാത്ത ടീമുകളായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ആദ്യ ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ പെരുമയെ പേടിക്കാതെ ഒരു ഘട്ടത്തിൽ അട്ടിമറി വിജയം നേടുമെന്ന് തോന്നിപ്പിച്ച ശേഷമാണ് കീഴടങ്ങിയത്. ലോക കിരീടം ചൂടിയ രോഹിത്തിനും സംഘത്തിനും അഭിനന്ദനങ്ങൾ.